കർണാടകയിലെ കോൺഗ്രസുകാരുടെ ഏക പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് DK ശിവകുമാർ. ക്രൈസിസ് മാനേജർ എന്നുള്ള ഒരു പ്രയോഗമാണ് DK ശിവകുമാറിന് ദേശീയ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളത്. അല്ല, കർണാടകയിലെ മതേതരത്വ വിശ്വാസികൾ നൽകിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോൺഗ്രസിന് തണലായി ആ മിടുക്കൻ എപ്പോഴും കൂടെയുണ്ടാകും. അദ്ദേഹത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിൽ പലപ്പോഴും BJP മുട്ടുവിറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. അമിത്ഷാ പോലും മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. അത്രയ്ക്കും തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ പല സന്ദർഭങ്ങളിലും നടത്തിയിട്ടുള്ള ആളാണ് DK ശിവകുമാർ. BJPയുടെ 5 ശ്രമങ്ങൾ, നിർണായകമായ ഓപ്പറേഷൻ താമരയുടെ 5 ശ്രമങ്ങളെയും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത ആ മിടുക്ക് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. BJP കോടികൾ ഓഫർ ചെയ്ത DK ശിവകുമാർ ആ കോടികളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ പാർട്ടിയോട് പരിപൂർണ കൂറു പുലർത്തി നിന്നത് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ BJPയുടെ 6ാമത്തെ ശ്രമം 5 ഘട്ടങ്ങളും താമരപ്പൊടിയായി അവസാനം എന്തും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രിത നീക്കം BJP നടത്തുന്നു. വിമത MLA-മാരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകുന്നു. കർണാടകയിലെ കോൺഗ്രസ് JDS ടീം വലിയ പ്രയാസത്തിലാകുന്നു. അപ്പോഴും പ്രതീക്ഷ DK മാത്രം. ഒടുവിൽ മുംബൈയിലെ ഹോട്ടലിലേക്ക് ചെല്ലുന്നു. അവിടെ മാധ്യമങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി DK ശിവകുമാർ ശ്രമിക്കുന്നു. ദേശീയ തലത്തിൽ DKക്ക് വലിയ ശ്രദ്ധ ലഭിക്കുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ DKയുടെ പോരാട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഈ നീക്കങ്ങളൊക്കെയാണ് DK ശിവകുമാറിനെ സംസ്ഥാന രാഷ്ട്രീയത്തിന് പുറമെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരാവശ്യത്തിലേക്ക് രാഹുൽ ഗാന്ധി അടങ്ങുന്ന നേതാക്കന്മാരെത്തിയിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് DK ശിവകുമാർ കടന്നു വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം ദേശീയ നേതൃത്വത്തിന് നിലവിൽ ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് DK ശിവകുമാറിനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം നിലവിൽ ദേശീയ തലത്തിൽ അണിയറയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുള്ളത്. ചില മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രതിപക്ഷ നിരയുടെ മുൻനിരയിലേക്ക് DK ശിവകുമാർ കടന്നു വരണമെന്ന് ഒരു വിഭാഗം ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴാണ് ദേശീയ തലത്തിലേക്ക് BJPയെ ശക്തമായി നേരിടാനുള്ള ഒരു കരുത്തനായ നേതാവിനെ നിലവിൽ ആവശ്യമുള്ളപ്പോൾ ദേശീയ തലത്തിലേക്ക് DK ശിവകുമാറിനെ കൊണ്ടുവരാനുള്ള ചില നിർണായക നീക്കം നടക്കുന്നത്. എന്തുകൊണ്ടും DK ശിവകുമാർ ദേശീയ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില തന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം അമിത്ഷാ ഒരു പക്ഷേ ഏറ്റവും കൂടുതലധികം തന്ത്രങ്ങൾ ഉപയോഗിച്ചത് കർണാടകയിലാണ്. ആ കർണാടകയിലെ തന്ത്രങ്ങളെ കൃത്യമായിട്ടുള്ള നിരീക്ഷണ ബോധത്തോടു കൂടി നിരീക്ഷിച്ച് വീക്ഷിച്ച് അതിനെ പ്രതിരോധിച്ച് നിർത്തിയ ആളാണ് DK ശിവകുമാർ. അപ്പോൾ ദേശീയ തലത്തിൽ അമിത്ഷായുടെ തന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ DK ശിവകുമാർ എന്ന ബുദ്ധിശാലിയെ കൊണ്ട് കഴിയുമെന്നുള്ള പ്രതീക്ഷകളായിരിക്കാം ദേശീയ തലത്തിലേക്ക് DK ശിവകുമാറിനെ കൊണ്ടുവരാനുള്ള രാഹുൽ ഗാന്ധി അടങ്ങുന്ന മുതിർന്ന നേതാക്കന്മാരുടെ നിർണായക നീക്കം. എന്തായാലും ദേശീയ തലത്തിലേക്ക് DK ശിവകുമാർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.